ഹലോ, വെൽക്കം ടു മാഗ്നിഫിക്ക. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഫാബ്രിക് ഫ്ലവർ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇത് നമുക്ക് പില്ലോ കവറിലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സിലോ അതല്ലെങ്കിൽ ഹെയർ ബാൻഡ്സിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ഒരു ഡ്രസ്സിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ പെറ്റലിന് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാൻ തരത്തിൽ ഏതെങ്കിലും ഒരു അടപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കാം. അപ്പോൾ 6 പെറ്റലുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 6 റൗണ്ട്സിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഹാഫായി മടക്കണു. വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇതുപോലെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ പെറ്റലും കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്യൂയിങ് മെഷീനിലെ വലിയ സ്റ്റിച്ച് ഉണ്ടല്ലോ അതിട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. അതായത് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതേപോലെ 6 പെറ്റലും ഇതേപോലെ മടക്കിയിട്ട് സെയിം ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം ഇതിന് മുമ്പ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കയ്യിൽ ഫാബ്രിക്സ് അവൈലബിൾ ആണ്. സോ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഇതിന് മുൻപുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കണേ. അതേപോലെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇതുപോലെ 6 പെറ്റലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. അതിന് ശേഷം അങ്ങനെ പതുക്കെ അതൊന്നിങ്ങനെ ചുരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരറ്റത്തുനിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി കൊടുക്കാൻ പറ്റും. പതുക്കെ പതുക്കെ ചെയ്യുക. ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് പിടിച്ചിട്ട് അതുപോലെ ചുരുക്കിയിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുത്തു കേട്ടോ. അത് വീഡിയോ മിസ്സായതാണ്. കെട്ടിട്ട് കൊടുത്തു. അതിന് ശേഷം ഏതെങ്കിലും ഒരു ഫാബ്രിക് ബട്ടണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കുഞ്ഞു ഫ്ലവറോ എന്തെങ്കിലും സ്റ്റോൺസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബീഡ്സൊക്കെ വെച്ചിട്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഈ സെൻറ്റർ ഭാഗത്ത് ഞാനിപ്പോൾ ഒരു ബട്ടണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ചു. ഇനി നമുക്ക് എവിടെയാണോ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ്. ഇപ്പം ഞാനിതാ മോൾക്ക് വേണ്ടി ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്രോപ്പ് ടോപ്പിൽ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയിലുള്ള ഒരു ഫാബ്രിക് ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് തുണി ഉണ്ടെങ്കിൽ തന്നെ നമുക്കിതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇതിന് സ്യൂയിങ് മെഷീൻ്റെയോ ഒന്നിൻ്റെയോ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഭംഗിയാക്കി എടുക്കാം. ബൈ.